നമസ്തേ. നമസ്തേ. അഭിരാമി, നമ്മൾ ആദ്യമായിട്ടാണ് തോന്നില്ലേ? അതെ, ആദ്യമായിട്ടാണ്. അപ്പൊ ചർച്ചയൊന്നുമല്ല, ചെറിയൊരു ഡിസ്കഷൻ. നമുക്ക് എന്താ പറയാ, കുറച്ച് ഈ സമകാലീന വിഷയങ്ങൾ ഒരു ചെറിയൊരു സംസാരിക്കുന്ന ഒരു കാഷ്വൽ ടോക്ക് പോലെ. അപ്പൊ എനിക്ക് എങ്ങനെയുണ്ട്, ഓണമൊക്കെ ആയല്ലോ? ഓണമൊക്കെ അങ്ങനെ അതിന്റെ വഴിക്ക് പോകുന്നുണ്ട്. ഓക്കെ, എനിക്കും അങ്ങനെ തന്നെ. നമുക്കിപ്പോ നമ്മുടെ ഇവിടെ തത്വമയിൽ എനിക്ക് തോന്നുന്നു 29 ഓണം. അതെ. അപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡ് ആയിട്ട് ഇരിക്കുന്ന കുറച്ച് വീഡിയോസ് ഉണ്ട്. നീ കണ്ടിരുന്നോ? ഞാൻ കുറച്ചത് കണ്ടിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങളും കണ്ടിട്ടുണ്ട്, നമ്മുടെ പ്രേക്ഷകരും കണ്ടിട്ടുണ്ടാവും. തട്ടവിട്ട ഉമ്മച്ചിക്കുട്ടിമാര് തകർത്ത് വാരുകയാണ്. അവരാണ് ഈ വർഷത്തെ ഓണം തൂക്കിയെന്ന് വേണം പറയാൻ. അതെ, അതിന് നമുക്ക് പ്രത്യേക കടപ്പാടും നന്ദി അറിയിക്കേണ്ടത് ആ ദീനി താത്തയോടും കുഞ്ഞു ഉസ്താദുമാരോടും ഒക്കെയാണ്. ഉസ്താദുമാര് കുറെ പേരുണ്ട്, പേരെടുത്ത് പറയാൻ. പിന്നെ അതിലൊരാളുടെ പേര് വേണം പറയാൻ പറ്റും, ആഷിഖാദിരിയോ അങ്ങനെ എന്തോ, ദാമിരിയോ അങ്ങനെ എന്തോ ആണ് പേര്. അങ്ങനെ പുള്ളി എന്താ ശരിക്കും പുള്ളി പറഞ്ഞതെന്ന് വെച്ചാ, ഞാൻ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. അവരുടെ മതത്തിൽപ്പെട്ടവർ ഓണം ആഘോഷിക്കാൻ പാടില്ല, അവരുടെ മതത്തിന് അതിനെതിരാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഓണം എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ഒരു ആഘോഷമാണ്, അതിന്റെ മതം എന്നൊന്നുമില്ല. അതെ, ഇപ്പൊ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവർ പറയുന്നത് പ്രത്യേക മതസ്ഥരുടെ ഹൈന്ദവരുടെ ആഘോഷം മാത്രമാണെന്നാണ് പറയുന്നത്. ഇവരൊക്കെ എന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നത് മനസ്സിലാവുന്നത്. കാലം മാറിയിട്ടും ഇന്നും അതേ പുരോഗമനമൊക്കെ പറഞ്ഞിട്ടും ഇത്രത്തോളം കേരളത്തിൽ മെന്റാലിറ്റി ഇപ്പോഴും ഒരു മതത്തിന് തലച്ചോറ് അടിയറോ വെച്ച പോലെയാണ് അവർ സംസാരിക്കുന്നത്. എനിക്കൊന്ന് ആഷിഖ് ദാമിരിയോ അയാൾ മാത്രമല്ല, കുറച്ച് ആൾക്കാർ ഇങ്ങനെയുണ്ട് ഈ പറയുന്നത് സോഷ്യൽ മീഡിയ. നമുക്ക് വേണമെങ്കിൽ അവരുടെ ഫോട്ടോസ് ഒക്കെ നമുക്ക് കാണിക്കാം. അപ്പൊ അവരൊക്കെ ഈ പറയുന്നത് ഇത് തന്നെയാണ്, ഓണം ആഘോഷിക്കാൻ പാടില്ല. ഡാൻസ് കളിച്ചോ, പക്ഷെ ഹിജാബ് ധരിച്ച് അതിൽ ആ ദീനിത്താത്തയുടെ വീഡിയോ ആണ് വൈറലായത്. ആ പിള്ളേർ അത് ദീനിത്താത്തയ്ക്ക് മറുപടി കൊടുത്തോണ്ട് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, ആ വീഡിയോ വേണമെങ്കിൽ നമുക്കൊന്ന് കാണിക്കാം. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ്, ഇപ്പൊ ഇങ്ങനെ ഈ ഒരു ഡാൻസ് എല്ലാം വന്നു, ഒരുപാട് ഡാൻസ് സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ മാതിരി ഡാൻസ് ആണ്. നമുക്കിത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം വരുന്നുണ്ട്. കാരണം ജെൻസി കുട്ടികള് അതിനോട് യോജിക്കുന്നില്ല എന്നുള്ള ഒരു ഇതാണ് നമുക്ക് അതിൽ കൂടെ കാണാൻ പറ്റുന്നത്. നമുക്ക് ഇപ്പോഴത്തെ നമുക്ക് ആരോഗ്യം, നമ്മുടെ ഹാപ്പിനെസ് ആണ് ഈ ഓണം വരുമ്പോ നമുക്ക് മുമ്പത്തെ അപേക്ഷിച്ച് ഇപ്പൊ ഈ പ്രാവശ്യമാണെന്ന് തോന്നുന്നു ഇത്രത്തോളം ആക്റ്റീവ് ആയത് ഓണം. അതെ, അപ്പൊ ഈ വീഡിയോക്ക് താഴെ ഒത്തിരി നെഗറ്റീവ് കമന്റ്സ്, പോസിറ്റീവ് കമന്റ്സ് ഒരുപാടുണ്ട്, പക്ഷെ ഇതിനിടയിൽ കുറച്ച് നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്. ഒരു കമന്റിന് നമ്മുടെ ആരിഫ് ഹുസൈൻ ഒരു പോസ്റ്റുമായിട്ട് വന്നിട്ടുണ്ട്. ആ കമന്റ് കമന്റ് എന്റെ ബ്രോയുമായി പറഞ്ഞുറപ്പിച്ച കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി ഓണപരിപാടിയിൽ പങ്കെടുത്ത് ഓണക്കോടിയുമായി ഒരു ഫോട്ടോ ഇക്കാക്കയ്ക്ക് ഷെയർ ചെയ്തു. ഇക്കാക്ക അപ്പോൾ തന്നെ ആ വിവാഹത്തിൽ നിന്ന് പിന്മാറി. സമുദായത്തെ വെല്ലുവിളിച്ച് പോകാമെന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രം. ഇതിന് ആരിഫ് ഹുസൈൻ ഒരു പ്രതികരണവുമായി വന്നിട്ടുണ്ട്. ആ പെണ്ണിന്റെ ഒരു ഭാഗ്യം, ജസ്റ്റ് രക്ഷപ്പെട്ടു, ഓളെ പടച്ചോൻ കാത്തു. സത്യം പറഞ്ഞ ചെയ്തതാണ്. സത്യം പറഞ്ഞ പുള്ളി പറഞ്ഞ കറക്റ്റ് ആണ്. ആ പെൺകുട്ടി രക്ഷപ്പെട്ടു. കല്യാണം കഴിച്ചിരുന്നെങ്കിലോ തീർന്നു, ജീവിതം പോയി. ഇപ്പൊ ഇത് ഒരാള് മാത്രമല്ല, ഇങ്ങനെ കുറെ ആൾക്കാർ. ആ വീഡിയോയുടെ താഴെ തന്നെ ഒരുപാട് കമന്റ് ഇതുപോലെ വന്നിട്ടുണ്ട്. വേറെ 2 കമന്റ്സ് കൂടെ ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടിരുന്നു. അതുപോലെ വേറൊരു കമന്റാണ്, കളിക്കൂ മോളെ, ഇതിനൊക്കെ ഒരു അവസാനം വരാനുണ്ട് എന്ന് മനസ്സിലാക്കുക. ദൈവം നിന്നെ വെറുതെ വിടുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഇത് അതിന്റെ താഴെ വന്ന വേറൊരു കമന്റ്. അടുത്ത വേറൊരു കമന്റ് എന്ന് വെച്ചാൽ, കുടുംബം അഴിഞ്ഞാടാൻ വിട്ട കുറെ സാധനങ്ങൾ, പ്രസ്ഥാനത്തെയും നാടിനെയും പറയിപ്പിക്കാൻ ഇതിന്റെയൊക്കെ ഭാവി നാളെ എന്താകുമോ ആവോ. ഇതിനൊക്കെ നമ്മൾ എന്ത് പറയാനില്ല, കാരണം ഇവരുടെയൊക്കെ ചിന്താഗതി ഇപ്പോഴും ഇടുങ്ങിയ ചിന്താഗതിയാണ്. പഴയ കാലത്ത് വണ്ടി കിട്ടിയിട്ടില്ല. ഇപ്പൊ നമുക്ക് എന്താ പറയാ, ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം പെൺകുട്ടികൾക്ക് ആ ഒരു ഇത്തരം ഈ മതപരമായ പണ്ട് 18 വയസ്സ് വരെ പഠിക്കാൻ പറ്റുമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. ഒരുപാട് മാറിയിട്ടുണ്ട് ഇന്നത്തെ സാഹചര്യങ്ങൾ. എനിക്ക് തോന്നുന്നു എന്റെ അറിവിൽ ഇപ്പം എന്നെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, മുസ്ലിം കുട്ടികളുണ്ട്. അവരെന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ പോയി നിന്നിട്ടുണ്ട്. അപ്പം അവരൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഒരുപാട് വിലക്കുകളുണ്ട്, പക്ഷെ അതിന്നൊക്കെ വിലക്ക് പൊട്ടിച്ച് വരുന്നത് അവർക്കൊരു വലിയ എന്താ പറയാ ഒരു വിപ്ലവം തന്നെയാണ് ശരിക്കും. ഇപ്പോഴും എനിക്കൊന്ന് മലപ്പുറം സൈഡിലൊക്കെയാണ് ഏറ്റവും. അതുപോലെ ഈ ഒരു വിഷയം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇപ്പൊ ലേറ്റസ്റ്റ് ഞാനിപ്പോ ഈ വീഡിയോക്ക് തൊട്ട് മുന്നേ എടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് അലഹാബാദ് കോടതി ഒരു വിഷയം പറഞ്ഞു, ഹിജാബ്
അതായത് ഉത്തർപ്രദേശിൽ ഒരു മുസ്ലിം വിദ്യാർത്ഥിനി +1 വിദ്യാർത്ഥിനി ഹൈക്കോടതിയിൽ അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. സ്കൂള് യൂണിഫോമിനൊപ്പം ഹിജാബ് ധരിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അലഹബാദ് ഹൈക്കോടതി പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഹിജാബ് വേണ്ട, യൂണിഫോം മതി. യൂണിഫോമിറ്റി നമ്മള് നമ്മുടെ കേരളത്തിലും അങ്ങനെ ഒരു നിയമം വരണം. കർണാടകയിലാണ് ആദ്യം ഈ ഒരു സംഭവം വന്നത്. ഇപ്പൊ അത് ഉത്തർപ്രദേശിലായി. ഇനി കേരളത്തിലും ഇങ്ങനെ ഇടയ്ക്ക് വിഷയങ്ങൾ നടന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അത് വേണമെന്ന് പറഞ്ഞ് കത്തെഴുതി കൊടുത്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത്തരത്തില് ഈ ഹിജാബ് എന്ന് പറയുന്നത് അതൊരു പ്രത്യേക മതത്തിന്റെ, അത് എന്താ പറയാ, ഈ മതവും വിദ്യാഭ്യാസവും കഴിക്കാൻ പാടില്ല അല്ലേ? നമുക്ക് വിദ്യാഭ്യാസത്തിന് അതിന്റേതായ യൂണിഫോം, സ്കൂളിലൊക്കെ അതിന്റേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്. അപ്പം അത്തരത്തിലുള്ള സംഭവം ഈ മതം ഇതെല്ലാം കൂടെ കൂട്ടിക്കൊഴിക്കുന്നതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. പിന്നെ അതൊരു വിഷയമാണ്. അതുപോലെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ, ഇപ്പൊ നമ്മൾ ഓണത്തിന്റെ ഈ ഒരു സമയത്ത് നിൽക്കുമ്പോ ഈ ഓണം ഈ കുട്ടികൾ ജെൻസി, ഈ ഉമ്മച്ചി കുട്ടികള് മൊത്തത്തിൽ അങ്ങോട്ട് എടുത്ത് കൊണ്ടുപോയെന്ന് വേണം പറയാൻ. അപ്പൊ അത് നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം. ഇങ്ങനെ ഇതേപോലെ ഉള്ള ഇപ്പൊ ദീനി താത്തമാരായാലും അതുപോലെയുള്ള ഈ ഉസ്താദുമാരായാലും ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ പറയുക. അപ്പൊ ഇവർക്ക് വീണ്ടും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും. അപ്പം ഇത്തരത്തിൽ എന്താ പറയാ, ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഇതൊരു വിഷയമാണ്. ഇനി അടുത്ത ഫെസ്റ്റിവൽ വരുമ്പോ ഇനി എന്താണ് ക്രിസ്മസ്, ഇവര് പറയുന്നത് ഓണം, ക്രിസ്മസ് അന്യമതത്തിലുള്ള പരിപാടി നമ്മളും ആഘോഷിക്കാറുണ്ട്. സ്റ്റാർ ഇടാറുണ്ട് വീട്ടില്. നമ്മളും അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പം നബിദിനമൊക്കെ നമ്മൾ അങ്ങനെ എന്താ പറയാ, നമുക്കന്ന് അവധിയായിരിക്കും എങ്കിൽ പോലും നമ്മൾ എന്താ പറയാ അവരുടെ ആഘോഷം നമ്മൾ ഒരു ഭാഗത്തിനെ നമ്മൾ നിന്ദിക്കാൻ പാടില്ല, വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കാൻ പാടില്ല, അവഹേളിക്കരുത്. അങ്ങനെയാണല്ലോ നമ്മളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ സനാതന സംസ്കാരം അതാണല്ലോ പറഞ്ഞു തരുന്നത്. അപ്പൊ അതേപോലുള്ള ഒരു എന്താ പറയാ, ഇതൊക്കെയാണ് ഇപ്പൊ ഈ സമകാലീന വിഷയത്തിൽ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം, നമ്മളൊക്കെ ജെൻസി അല്ലെങ്കിൽ 90 കിഡ്സ് ആണെങ്കിൽ നമ്മളിപ്പോ ജെൻസി യൂത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കൊക്കെ ഇൻസ്റ്റാഗ്രാം ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പൊ ഇൻസ്റ്റയിൽ ഇത് ഫുള്ള് ഈ വീഡിയോസും ഈ അവരുടെ എതിർത്ത് സംസാരിക്കുന്ന കമന്റ്സും നെഗറ്റീവ് കമന്റ്സും ഒക്കെയാണ് വരുന്നത്. അതെ. ഇപ്പൊ ഹിജാബ് ധരിച്ച് ഡാൻസ് കളിക്കാൻ പറ്റില്ല, എന്നാ ഞങ്ങൾ ഡാൻസ് കളിക്കും എന്നാണ് ഇപ്പോഴത്തെ ജെൻസി പിള്ളേർ പറയുന്നത്. പക്ഷെ ഇതിനിടയിലും ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ വയ്യ. കാരണം ഇപ്പൊ ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് കളിക്കുന്നു അല്ലെങ്കിൽ കളിച്ചു, അത് ഒരുപാട് ഇപ്പം ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകൾ അവരൊക്കെ ഒരുപാട് ഈ കുട്ടികളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം അവരൊക്കെ ഇങ്ങനെ ആ മതത്തിന്റെ കാര്യങ്ങൾ, ഇപ്പം അദ്ദേഹത്തിന്റെ കോയ കോളിംഗ് എന്നുള്ളത് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ആ പ്രോഗ്രാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരുപാട് ആൾക്കാർ കുട്ടികളൊക്കെ വിളിക്കാറുണ്ട്. അവരുടെ മതത്തിനകത്ത് അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ പറയാറുണ്ട്, അനുഭവങ്ങളും ഒക്കെ അവർ ഷെയർ ചെയ്യാറുണ്ട്. അപ്പം അതുപോലെ തന്നെ നമ്മളിപ്പം എന്താ പറയാ, ഈ ഒരു എല്ലാ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് നമുക്ക് എന്താ പറയാ, നമ്മൾ ആ കാലത്തിനനുസരിച്ച് മാറ്റം വരണം. അതാണല്ലോ പല കാര്യങ്ങളും അങ്ങനെയാണ്. ഇപ്പം നമ്മുടെ ഹൈന്ദവ ആചാരങ്ങളിൽ ഒരുപാട് പണ്ടത്തെ ഒരുപാട് അല്ലെ വന്നിട്ടുണ്ട്. അപ്പൊ അതേപോലെ മാറ്റങ്ങൾ ഉണ്ടാവണം. നമുക്ക് പ്രയോറിറ്റി എന്താണ്? വിദ്യാഭ്യാസം. നമ്മള് മാക്സിമം നമ്മളിപ്പോൾ ജോലി, അതുപോലെ കുടുംബം, കുട്ടികൾ, നമ്മൾ സേഫ് ഇതായിട്ട് നന്നായിട്ട് ഇരിക്കുക. ഇതുപോലുള്ള ഈ എന്താ വിലക്കുകളൊക്കെ വരുമ്പോ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോ ഇപ്പൊ ഇവരൊരു തുടക്കമാണ് അല്ലെ, ഇത്തരത്തിലുള്ള ജെൻസി പിള്ളേർ ഒരു തുടക്കമാണ് ഹിജാബ് ഇട്ട് ഡാൻസ് കളിച്ച. അതേപോലെ ഇപ്പം എന്താ പറയാ, ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങള് ഇനിയും ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഇനിയിപ്പോ പുതിയ എന്താ പറയാ, ഇപ്പൊ ഹിജാബ് ഇട്ട് ഡാൻസ്, ഇതിനെ തന്നെ റിയാക്ട് ചെയ്തോണ്ട് കുറെ വ്ളോഗേഴ്സ് വരുന്നുണ്ട്. അതെ. ഇപ്പൊ നമ്മളും ഒക്കെ വീഡിയോ കാണുന്നതാണ്. നമ്മളും ഇപ്പം നമ്മള് എന്താ വീഡിയോ കണ്ടിട്ട് നമുക്ക് നാളെ എങ്ങനെ ചെയ്യാൻ നമ്മുടെ കൂട്ടുകാരെ തോന്നും. ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അവരെ കൂടെ ഇങ്ങോട്ട് ഇത് കൊണ്ടുവന്നാലോ നമ്മൾ ചിന്തിക്കാറുണ്ട്. അഭിരാമി, ഇപ്പൊ ഈ ഒരു വിഷയത്തിന്റെ കൂടെ ചേർത്ത് വായിക്കാൻ പറ്റിയൊരു മറ്റൊരു വിഷയമാണ്. അപ്പം കഴിഞ്ഞ ഒരിടയ്ക്കാണല്ലോ ഈ നടി പ്രിയ വാര്യരുടെ ഒരു വിവാദമല്ല, ഒരു എന്താ പറയാ, ഒരാളെ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ കാവി കളറുള്ള ഡ്രസ്സ് ധരിച്ചത്. ഞാൻ കണ്ടിരുന്നു. അത് ഒരു എന്താ പറയാ, ഒരാൾക്ക് പുള്ളിക്കാരി ഒരു കുട്ടിക്കുറയുടെ പ്രോഡക്റ്റിന്റെ ആഡിന് വന്നതാണ്, ആഡിന്റെ അംബാസിഡർ ആയിട്ട് വരുന്നതാണ്. അപ്പൊ അതിന് മാച്ചായ ഡ്രസ്സാണ് ഇട്ടിരുന്നത്. അപ്പൊ ആ കളർ എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്നാണ് ഒരു ഓൺലൈൻ മീഡിയ എങ്ങാണ്ടുമാണ് ചോദിച്ചത്. അതെ, ഓൺലൈൻ മീഡിയ അവര് എന്താ പറയാ, നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല. അതിപ്പോ എന്താ പറയാ, അതുപോലെ തന്നെ ഒരു നടിയോട് ചോദിക്കുന്നു ബീഫ് ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നു.
എന്താണ് ഇവരിങ്ങനെയൊക്കെ ചോദിക്കുന്നത്, പോർക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുവോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് പച്ച. ഇത് പറയുമ്പോ എനിക്ക് മറ്റൊരു കാര്യം കൂടെ, എന്റെ പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാണ്. എന്റെ മോൾക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതുപോലെ ഒരു വലിയൊരു കടയിൽ പോയി. അപ്പൊ അവിടെ നമ്മുടെ അടുത്തൊരു ഫാമിലി ഉണ്ട്, ഒരു മുസ്ലിം ഫാമിലിയാണ്. അപ്പം അവരുടെ മോൾക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കുകയാണ്. അപ്പൊ ആ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ഒരു ഓറഞ്ച് കളർ ഡ്രസ്സ് പട്ടുപാവാട നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ ആ കുട്ടി അതെടുത്ത് കയ്യിൽ വെച്ചത് ഇത് മതി എന്ന് പറയുമ്പോഴത്തേക്കും ആ കുട്ടിയുടെ ഫാദർ പറയാണ്, അയ്യോ ഇത് വേണ്ട, ഇത് BJP-യുടെ കളറാണ് എന്ന് പറയാണ്. കൊച്ചിന്റെ ഉള്ളിൽ പോലും ആ ഒരു ഇവരാണ് വർഗീയത പറയുന്നത്, പക്ഷെ ഇത് നമ്മൾ ചൂണ്ടിക്കാട്ടുമ്പോ നമ്മൾ വർഗീയവാദികളാകും. അതാണ് ഇന്നത്തെ കേരളം. അപ്പൊ ഞങ്ങൾ തൊട്ടടുത്ത് നിൽക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ കുട്ടിക്ക് ഈ പച്ച കളർ ഡ്രസ്സ് പട്ടുപാവാട, ഞങ്ങൾ പച്ച വർക്കുള്ള കസവിന്റെ ഒരു പട്ടുപാവാട ഞങ്ങൾ കയ്യിലെടുത്ത് വെക്കും. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങളുടെ കയ്യിൽ കളർ നോക്കി. അപ്പൊ നമ്മളെ കളർ വെച്ച് പറയുമ്പോ നമ്മളിനി ഏത് പാർട്ടിയാണ് എന്നുള്ള രീതിയിൽ. അപ്പൊ ഇവരുടെയൊക്കെ ഒരു മെന്റാലിറ്റി എന്ന് പറഞ്ഞ കളറിനെ പോലും ഇതാണ്, ഇതിപ്പോ വേർതിരിച്ച് കാണുന്ന ഒരിതാണ്. അപ്പം നമ്മുടെ സമൂഹത്തിന്റെ ഒരു പോക്ക് വളരെ വലിയൊരു എന്താ പറയാ, എങ്ങോട്ടാണ് പോകുന്നത് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഈ ഒരു ഡ്രസ്സിന്റെ നിറത്തിൽ പോലും ഇപ്പം ഒരു നടിയോട് അങ്ങനെ ചോദിക്കുന്നു, ഒരു കുട്ടിയോട് കുട്ടിയുടെ ആ കളർ ഡ്രസ്സ് എടുക്കാൻ പാടില്ല എന്ന് പറയുന്നു. അതേപോലെ കുഞ്ഞു കുട്ടികളോട് പോലും വർഗീയത പറയുന്നുണ്ട്. എത്രത്തോളാണ് അവര് എന്താ പറയാ, ഭയങ്കര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പൊ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്, ഒരു സൈഡ് ഇതുപോലുള്ള ഇതിനെ നീനിത്താത്തമാരെ എതിർത്തുകൊണ്ടും ഒരു സൈഡ് വരുന്നുണ്ട്. അപ്പം ഇനി വരുന്ന തലമുറയിലാണ് ഇതുപോലുള്ള ഇത്തരം കാര്യങ്ങളിലൊക്കെയുള്ള, എനിക്ക് ഇപ്പൊ ആ ഡ്രസ്സ് എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ഞാൻ ആ ഡ്രസ്സേ ഇടുവോളെന്ന് പറഞ്ഞു വരാനുള്ള തലമുറ വരും എന്നാണ് നമുക്ക് തോന്നുന്നത്. വരുമായിരിക്കും എന്തായാലും. ഇപ്പൊ ഈ ഡാൻസ് എന്തായാലും അതും വരും. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇപ്പൊ ഈ ഒരു ചെറിയ അപ്പൊ ഈ ഒരു ഡിസ്കഷനിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടായിരിക്കും, നിങ്ങളത് ക്ഷമിക്കണം. ഞങ്ങൾ ജസ്റ്റ് ഒരു എന്താ പറയാ, ഓണം പ്രമാണിച്ച് ഞങ്ങളുടെ വക സ്പെഷ്യൽ പ്രോഗ്രാമായിട്ടാണ് കാണുന്നത്. അപ്പം നമ്മളും എന്താ പറയാ, ഇനി നമ്മുടെ തത്വമി പ്രേക്ഷകരാണ് നമ്മൾ ഇതുപോലെ സപ്പോർട്ട്. നിങ്ങൾ ഇപ്പൊ ഈ പ്രോഗ്രാമിൽ എന്തെങ്കിലും ഇതിന്റെ താഴെ ചിലപ്പം കമന്റ് നെഗറ്റീവ്സ് വരാം. അതെ, അത് കൊള്ളൂല ഇത് കൊള്ളൂല, മീൻസ് എന്താ പറയാ, കമന്റ്സ് ഒക്കെ പറയുന്നതിന് കുഴപ്പമില്ല, മാന്യമായ കമന്റുകൾ മാത്രം നമ്മൾ അഭ്യർത്ഥിക്കുന്നു. കാരണം നമ്മളൊക്കെ പിഞ്ചു മനസ്സാണ്. അപ്പൊ അതുകൊണ്ട് നല്ല കമന്റ്സ് ഇടുക. അതുപോലെ തന്നെ നമ്മുടെ തത്വമൈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അഭിരാമിക്കും അതുപോലെ തന്നെ നമ്മുടെ തത്വമൈ പ്രേക്ഷകർക്കും എല്ലാം ഞാൻ എന്റെ വ്യക്തിപരമായ പേരിൽ ഓണം ആശംസിക്കുകയാണ് അഡ്വാൻസ് ആയിട്ട്. അതുപോലെ തന്നെ ഞാനും അനീഷയ്ക്കും തത്വമൈ പ്രേക്ഷകർക്കും ഓണാശംസകൾ ആശംസിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ പ്രോഗ്രാം നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാ നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ഈ തത്വമൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോ അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.